മരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി ജോഫി, പെരിങ്ങോട്ടുകര സെൻറ്റ് മേരീസ് യൂണിറ്റിലാണ് ഇടവകാംഗം. പിന്നെ ഞാൻ 2024 ഫെബ്രുവരി 20 ആദ്യമായി ഉടമ്പടി എടുത്തത്. 2024 ഞാൻ ഇറ്റലിയിലേക്ക് പോകാനായിട്ട്, മേമയുടെ മോൻ ഇറ്റലിയിലുണ്ട്, അപ്പോൾ അവൻ ഒരു ജോലിയുടെ കാര്യത്തിനായിട്ട് ജിൻ ചേച്ചിക്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ 24 അപേക്ഷ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് അത് ഒന്നും അതിൻ്റെ ഒരു റിപ്ലൈ ഒന്നും വന്നിരുന്നില്ല. 25 വീണ്ടും അതിന് ഒരു അപേക്ഷ കൊടുത്തു. ആ സമയത്ത് ഞാൻ ഇവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടേക്ക് കയറി വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു മുല്ലപ്പൂവിൻ്റെ മണം വരികയും മാതാവിൻ്റെ കൂടെയുള്ള പോലെ എനിക്കൊരു തോന്നലും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഉടമ്പടി പുതുക്കലിന് എനിക്ക് മാതാവിന് ഉടമ്പടിയിൽ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യവും കിട്ടി. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു മാതാവ് എനിക്ക് ഈ ഇറ്റലിയിലത്തെ ജോലി എനിക്ക് തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും അതിനൊരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലും കഠിനമായി എൻ്റെ ഉടമ്പടി കറക്റ്റല്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ ഒന്നും കൂടിയും കുർബാന, കുമ്പസാരം, ബൈബിൾ വായന, കാരുണ്യ പ്രവൃത്തികളൊക്കെ ഇത്തിരി കൂടിയും കൂടുതലായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി, കറക്റ്റായിട്ട് ചെയ്തു തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ 4:30 ഞാനും ഹസ്ബൻഡും മാത്രമാണ് വീട്ടിലുള്ളത്. രണ്ടുപേരും 4:30 എനിക്ക് പണികളൊക്കെ കഴിഞ്ഞ് 5:00 പ്രയറും കൂടി അത് കഴിഞ്ഞ് പള്ളിയിലും പോവും. അങ്ങനെ ഞങ്ങളുടെ ഒരു ഉടമ്പടിയിലത്തെ ഒരു ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഉറപ്പായിട്ടും ആ ഇറ്റലി ജോലി എനിക്ക് കിട്ടുമെന്നും, എനിക്കിപ്പോൾ 51 വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വയസ്സിൽ കിട്ടുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ അവൻ അവിടെ കൊടുത്തപ്പോഴും അവൻ പറഞ്ഞു, ഒരു ലോട്ടറി എടുക്കണ പോലെ ഉള്ളോട്ടെ ചേച്ചി, കിട്ടാനൊന്നും സാധ്യതയില്ല, ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് മാതാവിൽ ഉറച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്ത് തൈലം പൂശലും ഉപ്പ് കഴിക്കൽ, തേൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊണ്ടുപോന്നിരുന്നു. എന്നെ തന്നെ എന്നിലുള്ള എല്ലാ തെറ്റുകളും മാറ്റി ഞാൻ നല്ലൊരു ഈശോയുടെയും മാതാവിൻ്റെയും മകളായി തീരുവാനായിട്ട് ഞാൻ ശ്രമിച്ച് ഞാൻ പ്രാർത്ഥനയിൽ തന്നെ മുന്നോട്ട് നടന്നു. അങ്ങനെ ഒരു 2026 25 എനിക്ക് അതിലൊന്നും റിപ്ലൈ വന്നില്ല. 26 വീണ്ടും അവൻ അപേക്ഷ കൊടുത്തു. അതിനുശേഷം ഏപ്രിൽ 9 എനിക്ക് ഇറ്റലിയിൽ നിന്നുള്ള ഒരു നുള്ളോസ്റ്റ് വന്നു. അപ്പോൾ വളരെ സന്തോഷം തോന്നി, മാതാവിന് 1000 നന്ദി പറഞ്ഞു. പക്ഷേ അതിന് ശേഷമാണ് കാണുന്നത്, നുള്ളോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആ നുള്ളോസ്റ്റയിൽ വന്നിരിക്കുന്നത് എൻ്റെ ബർത്ത് ഡേറ്റ് 1/2/75 എന്നുള്ളത് 2/2/75 എന്നാണ് അതിൽ വന്നിരിക്കുന്നത്. യൂറോപ്യൻ കൺട്രിയിൽ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, യൂറോപ്യൻ കൺട്രിയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തെറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കറക്ഷൻ ചെയ്ത് കിട്ടുക എന്നുള്ളത് വളരെ എളുപ്പമല്ല. പക്ഷേ അപ്പോൾ ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ഈ ഏജ് ഓവറിൽ മാതാവ് എനിക്കിത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എനിക്കത് തീർത്തും തരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു എന്നോട്, എവിടെ നിന്നാണ് ഇത് തിരുത്തി വരേണ്ടത് എന്ന് മാത്രം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റലിയിൽ നിന്നാണ് തിരുത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് പ്രാർത്ഥിച്ച് പോകുന്നതിന് ശേഷം ഞാനും വീണ്ടും പ്രാർത്ഥനയിൽ സജീവമായി കൊണ്ടിരുന്നു. ഞാനും ഹസ്ബൻഡും ജോലി സ്ഥലത്ത് നിന്ന് ഒരു ദിവസം ലീവ് കിട്ടണമെങ്കിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ മാത്രമായിരുന്നു സമയം കണ്ടെത്തിയിരുന്നുണ്ടായിരുന്നത്. വേറൊരു കാര്യത്തിലേക്കും ഇടപെട്ടിരുന്നില്ല. അങ്ങനെ ഞാൻ ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്തെങ്കിലും അവൻ അവിടെ നിന്ന് മെയിൽ കൊടുത്തതിൽ എന്തെങ്കിലും റിപ്ലൈ വരണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ഒരു റിപ്ലൈയും വന്നില്ല. അപ്പോൾ മെയ് പകുതിയോടുകൂടി ഞാൻ ഒരു വിസയ്ക്ക് VFSലേക്ക് ഒരു ഡേറ്റ് എടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. എന്നിട്ട് തൃശ്ശൂർ റിയ ഏജൻസിയിൽ ഞാൻ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കഴിഞ്ഞാൽ വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനും കൂടിയും പറ്റില്ല, പിന്നെ എന്തിനാണ് ഒന്നും ചെയ്യേണ്ട, വെറുതെ പൈസ കളയേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു ഏജൻറ്റിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ 1 എന്നുള്ളത് മാത്രമല്ലേ തെറ്റുള്ളൂ, അത് 2 ആക്കി എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി മാതാവിനോടത്ത് നമ്മൾ തെറ്റ് ചെയ്യണ പോലെ തോന്നി. അത് ശരിക്കായിക്കുള്ള വരാത്തത് നമ്മൾ 1 ആക്കുന്നത് തെറ്റല്ലേ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ആ റിയ ഏജൻസിലേക്ക് തന്നെ ചെന്ന് റെസീന മാഡത്തിനെ പോയി കണ്ടു. അപ്പോൾ റെസീന മാഡം പറഞ്ഞു, മോളെ വെറുതെ പൈസ കളയണ്ട, എന്തായാലും ആ പൈസ നമ്മൾ ആപ്ലിക്കേഷന് കൊടുക്കണ പൈസ പോവുക കാര്യമുള്ളൂ, പിന്നെ വിസ, നമ്മുടെ ഫ്ലൈറ്റ് ഇൻഷുറൻസിൻ്റെ പൈസ ഒക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ചേച്ചി ഇത് മുന്നോട്ട് പോയിക്കോ, എൻ്റെ കൂടെ മാതാവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ വിസയിലേക്ക് കൊടുക്കണ പാസ്പോർട്ടിലും ആ പേപ്പറുകളിലെല്ലാത്തിലും ഉപ്പ് വിതറി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ മാഡത്തിനോട് ഇത് ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് ചെയ്തുകൊള്ളാൻ പറഞ്ഞു. അവർ ആ പൈസ പോവുള്ളൂ എന്ന് പറഞ്ഞ് VFSൽ ചെന്നാലും എടുക്കില്ല എന്ന് പറഞ്ഞ്
അത് കറക്ഷൻസ് ചെയ്ത് അവർ അത് മുന്നോട്ട് പോയി. അങ്ങനെ VFSലേക്ക് ഡേറ്റ് കിട്ടി. മെയ് 26-ന് VFSലേക്ക് ഡേറ്റ് കിട്ടി. മെയ് 26-ന് VFSലേക്ക് ചെല്ലുമ്പോൾ അത് എടുക്കില്ല എന്നുള്ള ചിന്തയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിച്ച് കുറച്ച് ഉപ്പ് തലയിലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറ്റിയിലും കുറച്ച് ഉപ്പ് നിറയിലിട്ട് കയ്യിൽ ഉപ്പും പിടിച്ച് ഞാൻ അങ്ങനെ മുന്നോട്ട് തന്നെ പോയി. ഹസ്ബൻഡ് പുറത്ത് ചൊവ്വാഴ്ചയായിരുന്നു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അവിടെ ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവർ ഒരു പ്രോസസ്സിങ്ങിൽ ഒരു സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ സാറ് പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡേറ്റ് തെറ്റിയിട്ടുള്ള പേപ്പറാണല്ലോ കാണണേ, ഇപ്പോൾ എന്നോട് എന്തെങ്കിലും ചോദിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞു, അവിടെ ഒന്നും ചോദിച്ചില്ല. പിന്നത്തെ സെക്ഷനിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴും അവർ പേപ്പർ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഇപ്പോൾ ആ പേപ്പറിൽ കണ്ട് എന്നെ ഇപ്പോൾ തിരിച്ചു വിടും, അത് എടുക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ച ഒരേ ഒരു ചോദ്യമാണ് എന്നോട്, ഇത് വിസ അടിച്ച് വരണമെങ്കിൽ ഇത് എവിടേക്ക് അയക്കണം എന്ന് മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് പ്രയാർ ഭാഗമാണ്, എനിക്ക് തൃശ്ശൂരാണ് ഞാൻ വർക്ക് ചെയ്യണേ. അപ്പോൾ തൃശ്ശൂരിലുള്ളവർക്ക് അയ്യന്തോളിക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യന്തോളിക്ക് മാത്രം അത് അയച്ചാൽ മതി, വേറെ ഒന്നുമില്ല, അത് മാത്രം എന്നോട് ചോദിച്ചുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് ഒരു മേഡത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ മേഡം പറഞ്ഞു ഇതിൽ ആലുവ എന്നുള്ള അടിച്ച് പോയിക്കണേ, അയ്യന്തോളല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആലുവയാണെങ്കിൽ ആലുവ ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് ചിലപ്പോൾ മാതാവിൻ്റെ അടുത്ത് പോകാനാവുമെന്ന് ഞാൻ വിചാരിച്ച്, അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ ചിലപ്പോൾ ആ ദിവസം ഇങ്ങോട്ട് വന്നില്ല എന്ന് വരും. അങ്ങനെ വിചാരിച്ച് ഞാൻ അതും സന്തോഷത്തോടെ സ്വീകരിച്ച് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി. കൃപാസനത്തിൻ്റെ ആ ഉപ്പും പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ മെയ് 30 ഇറ്റലിയിൽ മേമയുടെ മോന് കറക്റ്റാക്കിയിട്ടുള്ള 1/2/75 എന്നുള്ള ആ വിസയുടെ ഉള്ളോസ്റ്റ കറക്റ്റായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ അത് വന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു സഞ്ചാരി മാതാവിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇറ്റലിയിൽ പോയിട്ട് തന്നെ എൻ്റെ 1 എന്നുള്ള ഡേറ്റ് 2 എന്നുള്ളത് മാറ്റി 1 ആക്കി തരാൻ മാതാവിന് സാധിച്ചു. അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തീരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആ ഡേറ്റ് ക്ലിയറാക്കി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ആ ഡേറ്റ്, അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ മെയിൽ എന്തെങ്കിലും ചോദിക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മെയിലിൽ എന്തെങ്കിലും ചോദിക്കുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. അവർ ഈ ഡേറ്റിൻ്റെ പുതിയത് കൊടുക്കാനായിട്ട് ഒന്നും ചോദിക്കാണ്ടായപ്പോൾ എനിക്ക് തോന്നി ഇനി പഴയതിൽ വെച്ച് അടിച്ച് കിട്ടുമോ ഇല്ലേ. അപ്പോൾ VFSലത്തെ റസീന മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരു 3 മാസത്തിനുള്ളിലാണ് കിട്ടണമെങ്കിൽ കിട്ടും. 15 ഡേയ്സ് തുടങ്ങി 3 മന്ത്സാണ് അതിന് ടൈം. അതിനുള്ളിൽ കിട്ടണമെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മെയിലിന് വേണ്ടിയിട്ട് ബോംബെ ഇറ്റലിയിലേക്ക് വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ച് കിട്ടും എന്ന് പറഞ്ഞു. അത് മെയ് 30 അങ്ങനെ കഴിഞ്ഞു. പിന്നെ 1 മാസത്തേക്ക് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥനയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ജൂൺ 26 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു. മെയിൽ വന്നതിൽ വിസ അപ്രൂവലാക്കിയിട്ടുള്ളൊരു മെയിൽ വന്നു. അത് ഞാൻ 30 പോയി ആലുവയിൽ പോയി വാങ്ങിച്ച് അതോടുകൂടി ഞാൻ കൃപാസനത്തിൽ മാതാവിനെ സമർപ്പിക്കാനാണ് വന്നത്. ആദ്യമായിട്ട് മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഈ വിസ അടിച്ച് കിട്ടിയിട്ടുള്ള ആ ഇറ്റലി വിസ, അതും എംപ്ലോയി വിസയാണ്, വർക്ക് വിസയാണ്. അതെനിക്ക് മാതാവ് ഈ 51ാമത്തെ വയസ്സിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലഭിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിശ്വസിച്ച് കാരുണ്യ പ്രവൃത്തികളായാലും മറ്റുള്ളവരെ സഹായിക്കുന്നതായാലും എല്ലാം പത്രം വിതരണം. ഞാൻ ചെയ്യുന്ന കോസ്മെറ്റോളജി ക്ലിനിക്കിലാണ്. അവിടെയുള്ള ഡോക്ടേഴ്സായാലും സ്റ്റാഫിനായാലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിശ്വാസമായി. എല്ലാവരും അടുത്ത മാസം എൻ്റെ കൂടെ വരണം, എന്നെ കൊണ്ടുപോകണം, എനിക്ക് ഉടമ്പടി എടുക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ഒക്ടോബർ 1st വീക്കിലാണ് ഞാൻ ഇറ്റലിക്ക് പോകുന്നത്. ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇത്രത്തോളം മാതാവ് എന്നെ സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ പോലുള്ള കുറേ സഹനങ്ങളുള്ള ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോന്നിട്ടുള്ളത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 2000 കല്യാണം കഴിഞ്ഞു. 2001 മോനുണ്ടായി. മോന് കുടൽ ബ്ലോക്കായിട്ട് മരിച്ചു. 1 മാസം ഉണ്ടായിരുന്നുള്ളൂ. 2003 മോളുണ്ടായിരുന്നു. മോളും ഒരു 6 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെയുള്ള സഹനത്തിലൂടെ എനിക്ക് മാതാവിൻ്റെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് മാതാവിൻ്റെ കൂടെയും ഈശോയുടെ കൂടെയും എനിക്ക് നടന്നു പോകാനുള്ള ഒരു ഭാഗ്യം തന്നതിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ സഹനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവുമായിരുന്നില്ല, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയും ആവുമായിരുന്നില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും.
അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിനി ജോഫി തൃശ്ശൂർ തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തൻ്റെ അനുഭവസാക്ഷ്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിരവധിയായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പരിശുദ്ധ അമ്മയോട് ആശ്രയിച്ചുകൊണ്ടാണ് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തനിക്ക് ഇറ്റലിയിലേക്ക് ജോലി ലഭിച്ച് പോകുവാനും അതിനിടയിലുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന തടസ്സങ്ങൾ, അത് ഡേറ്റ് ഓഫ് ബർത്ത് സംബന്ധമായിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ മാറ്റിക്കൊടുത്തുകൊണ്ട് അത് ഇറ്റലിയിലേക്ക് പോകുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കാരണം 51-ാമത്തെ വയസ്സിൽ ഈ ജോലിക്ക് പോകുവാനും ഒത്തിരി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമെന്നറിഞ്ഞിട്ടും, പക്ഷെ എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് ഉടമ്പെടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും പരിശുദ്ധ അടയാളമായിട്ട് സുഗന്ധാഭിഷേകം ലഭിക്കുമ്പോഴും ഉറച്ച വിശ്വാസം എന്നത് പരിശുദ്ധ അമ്മ നടത്തിത്തരും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉറച്ച വിശ്വാസത്തോടുകൂടി അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് ഈ അമ്മ തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ഈ അമ്മയുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറുവാൻ ഇനിയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.